നമ്മളൊരു സൈറ്റിൽ വന്നതാണ്, കണ്ടോ, വെള്ളം പതഞ്ഞ് പൊന്താണ്. ഈ പലർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഈ കൺസൾട്ടൻസി നമ്പർ സൈഡിൽ കാണിക്കുന്ന നമ്പർ. ഒരുപാട് പേര് നമ്മൾ വിളിച്ച് ചോദിക്കുന്ന പ്രശ്നമാണ്, ഇടയ്ക്ക് വെള്ളം പതയുന്നു, കളർ ചേഞ്ച്. ഇതിനൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ട്. അതായത് വെള്ളം വെറുതെ പതയോ കളർ ചേഞ്ച് വരികയോ ഒന്നും ചെയ്യില്ല. ഹെവി കണ്ടാമിനേഷൻ്റെ ഇൻഡിക്കേഷനാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ നമ്മളിത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൺസൾട്ടൻസി നമ്പർ വിളിച്ചിട്ട് നമ്മൾ എത്തിയതാണ്. ടൗൺ ഏരിയ ആണ് സൈറ്റ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളും ഫിൽട്രേഷൻ രീതികളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് വീഡിയോ കാണാം. അമോണിയ ഉണ്ട്, അയൺ ഉണ്ട്, പൊട്ട സ്മെല്ലുണ്ട്, കളർ ചേഞ്ച് ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നമുള്ള വെള്ളമാണ്. കിണറഞ്ഞാണ്, പക്ഷേ ടോട്ടലി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മളത് മൊത്തം റീഅറേഞ്ച് ചെയ്ത് വെസൽ ഫിൽട്രേഷൻ റീഅറേഞ്ച് ചെയ്ത് ഇതിലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ്. സോപ്പിൻ്റെ പ്രശ്നം, കിച്ചൺ വേസ്റ്റ്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇത് ടൗൺ ഏരിയ ആണ്. അപ്പോൾ നമ്മളോട് ഫിൽറ്റർ റീഡിസൈൻ ചെയ്യാണ്. അപ്പോൾ ആ പ്രോസസ്സാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മീഡിയങ്ങളൊന്നും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, നമ്മൾ ടോട്ടലി ചേഞ്ച് ചെയ്യാണ്. അതായത് ഫിൽട്രേഷൻ്റെ ഫോർമുല ചേഞ്ച് ചെയ്ത് നമ്മൾ വെള്ളത്തിലെ പൊട്ട സ്മെല്ല്, പൊട്ട സ്മെല്ല് വെച്ചാൽ അത്രയും രൂക്ഷ ഗന്ധമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇരുമ്പിൻ്റെ മണം എന്നല്ല, നമുക്ക് വെള്ളം മണക്കാൻ പറ്റില്ല, അത്രയും പൊട്ട മണമാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മീഡിയങ്ങൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ പ്രത്യേക ഒരു ഫോർമുലേഷനിൽ വെച്ച് ഇത് ക്ലിയർ ചെയ്യാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഴയ മീഡിയങ്ങളൊക്കെ എടുത്ത് ഡിസ്പോസ് ചെയ്ത് അത് പുതിയ രീതിയിൽ അറേഞ്ച് ചെയ്യണം. അത് നിങ്ങൾ കാണുന്നത് നമ്മൾ ഫുള്ള് മീഡിയങ്ങൾ റീപ്ലേസ് ചെയ്തു. നമ്മുടെ ടാങ്കിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ മാറ്റാണ്. വീട്ടിലെ ടാങ്കിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മൾ പുതിയ സ്റ്റാൻഡ് സംവിധാനം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡിൻ്റെ മുകളിൽ ടാങ്ക് വെച്ച് ഗ്രാവിറ്റി ബേസിൽ നമ്മുടെ പ്രത്യേക അമോണിയും ഒപ്പം തന്നെ അയേണും കൂടി ഇതിൻ്റെ പിന്നെ പൊട്ടമണ എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കുന്ന രീതിയിലുള്ള ഫിൽറ്റർ സംവിധാനമാണ് നമ്മളോട് ചെയ്യുന്നത്. അപ്പോൾ ഈ ടാങ്ക് ഈ സ്റ്റാൻഡിൻ്റെ മുകളിൽ വന്ന് ഈ ടാങ്കിൽ നിന്ന് സപ്ലൈ ലൈനിലേക്ക് പോവാം. പതുക്കെ വെള്ളം ഇറങ്ങി നമ്മുടെ പ്രത്യേക ഫോർമുലേഷൻ കൂടിയ മീഡിയത്തെ കൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ അമോണിയും ഇരുമ്പിൻ്റെ അംശവും മാറി കിട്ടും. നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണാം ഫിൽട്രേഷൻ്റെ സംവിധാനം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. നമ്മൾ എങ്ങനെ ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല, നമ്മളത് വർക്കൗട്ട് ചെയ്തെടുത്തൊരു മോഡലാണ്.